ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദസറ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ആമീസിന്. അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്, തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ട്രെയിന്. അപ്പോൾ അതിന് മുമ്പ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിൻ്റെയാണ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ. പിന്നെ പോകുന്നതും ഒക്കെ ഉള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ അമ്മ എനിക്ക് 2 ബാഗ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഈ ബാഗ് ഒന്നെടുത്ത് നിൻ്റെ പെട്ടിക്കകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി വയ്ക്കാൻ പറഞ്ഞു. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ബാഗാണ്. അപ്പോൾ തിരിച്ചിപ്രാവശ്യം വരുമ്പോഴും കുറേ സാധനങ്ങൾ കാണുമല്ലോ, അപ്പോൾ നമുക്ക് തിരിച്ച് കൊണ്ടുവരേണ്ട ബാഗാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു തരത്തിലും മടക്കിയാൽ മടങ്ങൂല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അതിനെ ഫോൾഡ് ചെയ്ത് എൻ്റെ പെട്ടിക്കകത്തോ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ദാ വേറൊരു ബാഗും കൂടെ എടുത്തു തന്നു. ഈ ബാഗും ഞാൻ സ്ഥലമൊക്കെ വെച്ച് ഒപ്പിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ ആ ബാഗ് തിരിച്ച് അമ്മയ്ക്ക് തന്നെ കൊടുത്തു. കാരണം എൻ്റെ 1-2 സാധനങ്ങളും കൂടെ വെക്കാനുള്ളതുകൊണ്ട് സ്പേസ് തികയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോർട്സിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ബാഗ് വാഷ് ചെയ്യുന്നു ആമീസിൻ്റെ. അപ്പം ആ ബാഗൊക്കെ വാഷ് ചെയ്തതൊന്ന് എടുത്ത് ഉള്ളിലേക്ക് എടുത്ത് വച്ചില്ലെങ്കിൽ പൊടിയടിച്ചു പോകും. കാരണം ഇനി 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരിക. അപ്പം അവിടെ തന്നെ കിടന്നു പോയാൽ പൊടിയൊക്കെ അടിച്ചു. അപ്പോൾ എല്ലാം ഉണങ്ങിയോ എന്നൊക്കെ ഫുള്ള് എല്ലാ അറയിലും ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചതിന് ശേഷം പിന്നെ തുണി മടക്കാനാണ് പോയത്. കാരണം എൻ്റെയും ആമീസിൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ തുണികൾ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു ലോഡ് കാര്യങ്ങൾ കാണും, അൺപാക്ക് ചെയ്യാനും കാണും, പിന്നെ കുറേ എടുത്ത് വയ്ക്കാൻ സാധനങ്ങൾ. അപ്പോൾ ഇതും കൂടെ ആണെങ്കിൽ തീരെ ടയേർഡാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ തുണിയെല്ലാം എടുത്ത് ഉള്ളിൽ കബേർഡിൻ്റെ ഉള്ളിൽ വയ്ക്കാമെന്ന്. കാരണം യൂണിഫോമൊക്കെ പുറത്ത് കിടന്നാൽ പിന്നെ വരുന്നതിൻ്റെ അന്ന് ഞാൻ പിന്നെ തപ്പി നടക്കേണ്ടി വരും, ഓരോ യൂണിഫോമും എവിടെയാണ്, സോക്സ് എവിടെയാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതെല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്ത് അകത്തേക്ക് വെച്ചു. ശരിക്കും പറഞ്ഞാൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ കുറേ പണികളും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ എന്നാലും സാരമില്ല എന്നുള്ള വീട്ടിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് AC-യിലാണ് പോകുന്നത്. അപ്പോൾ ആമീസിനാണെങ്കിൽ ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മഫ്ലറും മറ്റേ ഹെഡ് ക്യാപ്പും മാസ്കും പിന്നെ എനിക്കും ആമീസിനുള്ള സോക്സും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ ജാക്കറ്റും കൂടെ എടുക്കുന്നുണ്ട്. കാരണം എനിക്കും തണുക്കും, രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. കുറച്ചധികം AC ചിലപ്പോൾ കൂടുന്നതുകൊണ്ടാണോ അതോ തോന്നുന്നതാണോ എന്നറിയില്ല, രാത്രിയാകുമ്പോൾ എനിക്ക് നല്ല പോലെ തണുക്കും. അതുകൊണ്ട് എനിക്കും മോൾക്കുള്ള ജാക്കറ്റ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴായിരുന്നു പണ്ടപ്പോഴോ ഇട്ടിട്ട് ആ കുരുക്കാക്കി വെച്ചു. മോൾക്ക് എവിടെ കയറ് കണ്ടാലും അപ്പം കുരുക്കാക്കി ഇടും. അങ്ങനെ ഞാൻ പിന്നെ കുരുക്കെല്ലാം ഊരിയിട്ട് ഫുള്ള് ഫോൾഡ് ചെയ്ത് ഉള്ളിൽ വെച്ച്. ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണും. ശരിക്കും എൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ പെട്ടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടി, ഇവൾ 10 ദിവസത്തേക്കാണോ പോകുന്നത് അതോ 1 മാസത്തേക്കാണോ എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ഒന്നും ഉണ്ടാക്കിയില്ല, വളരെ സിമ്പിളായിട്ട് ഉപ്പുമാവാണ്. കാരണം കറികളൊക്കെ ഉണ്ടാക്കിയാൽ വേസ്റ്റ് ആവുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയി ഇപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോഴത്തേക്കും അമ്മ ഫുഡൊക്കെ റെഡിയാക്കി തന്നു. അത് ഞാൻ വീണ്ടും ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഈ ഡബ്ബ വെറുതെ കാലി ഡബ്ബ കേട്ടോ, തിരിച്ച് എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എടുത്തത്. പിന്നെ സ്പ്രൈറ്റ് ഇതെൻ്റെ മസ്റ്റാണ്. കാരണം എവിടെ ഞാൻ ട്രാവൽ ചെയ്താലും 7-അപ്പോ സ്പ്രൈറ്റോ കയ്യിൽ വെക്കും. ഇത് അധികം കുടിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് ട്രാവലിംഗ് സമയത്ത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തോ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ യാത്ര ചെയ്യുമ്പം വരാൻ ചാൻസ് ഉണ്ട്, എനിക്ക് വരുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് പ്രിക്കോഷൻ പോലെ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റായി. ഇത്രയാണ് നമ്മുടെ ലഗേജ്. അങ്ങനെ നമ്മൾ പോകാനുള്ള സെറ്റായി. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ റെഡിയായി അല്ലേ ആമി? എങ്ങോട്ട് പോവാ? ആരുടെ വീട്ടിലാ? ആണോ? അപ്പോൾ ആമീനെയും കൂടെ നമുക്ക് പെട്ടിക്കകത്ത് പാക്ക് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയാണെന്നോ ഏർപ്പാട് ചെയ്തത്. അപ്പോൾ അയാൾ താഴെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മ നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണോ എന്ന്. അപ്പം അമ്മ പറയാം, അവിടെ എന്തൊക്കെ ചവറായിരിക്കും, എത്ര ചവറായിരിക്കും എന്ന് ഓർത്തിട്ട് തന്നെ എനിക്ക് ടെൻഷനാണ്. അങ്ങനെ ഓട്ടോയൊക്കെ വന്ന് ഞങ്ങൾ ലഗേജൊക്കെ കയറ്റി യാത്ര തുടങ്ങി. KR പുരത്താണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ പോകുന്നത്, ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് KR പുരത്താണ്. അപ്പോൾ 5:15 കൊച്ചുവേളി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ എത്തി. ഞങ്ങൾ പിന്നെ ലഗേജ് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉരുട്ടി പോയി. അങ്ങനെ KR പുരം കൃഷ്ണരാജപുരത്തിന് ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ട്രെയിനിന് വേണ്ടി കാത്തുനിന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, എനിക്ക് തോന്നുന്നു ഒരു 4:15 എത്തി. അപ്പോഴത്തേക്ക് ആമീസിനാണെങ്കിൽ ഇത്ര നേരത്തെ എത്തിയതുകൊണ്ട് ആകെ ഒരു മൂഡ് ഔട്ടായി.
എൻ്റെ കൈ കണ്ടാൽ നിങ്ങൾക്ക് വിചാരിക്കും ഇതെന്ത് ഇവളെന്തിനാ കൊക്ക് പോലെ വെച്ചേക്കുന്നതെന്ന്. കൈ എനിക്കും അത് അറിഞ്ഞൂടാ കേട്ടോ. വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവളെന്തിനാ ഞാനെന്തിനാ ഇങ്ങനെ വയ്ക്കുന്നതെന്ന്. അങ്ങനെ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറി 5:15 തന്നെ ട്രെയിന് വന്നു. ട്രെയിനിൽ കയറി ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ഞാൻ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞതിന് മുഖം ചെറുതായിട്ടൊന്ന് വാടി ആവീസിൻ്റെ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് സെറ്റിലായി. കുറേ കുട്ടികളായിരുന്നു കേട്ടോ, ട്രെയിന് നിറയെ കുട്ടികളായിരുന്നു. അതുകൊണ്ട് ശരിക്കും രസമായിരുന്നു. അപ്പം ഞാനിവിടെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു മാജിക് പോട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ ബുക്ക് എഴുതാം. അതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം മൂപ്പർക്ക് ബോറടിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഫോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്ന് ഒഴിവാക്കാനുള്ളൊരു കുട്ടി ട്രിക്കാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കടയാണ് വെങ്ങാനൂര്. വെങ്ങാനൂര് വാങ്ങിച്ചിട്ട് നമ്മൾ വന്നതാണ്. അപ്പം രാത്രി ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച ഡിന്നർ കഴിച്ച് പെട്ടെന്ന് കിടക്കാമെന്ന്. അപ്പോൾ റൈസായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്ന, റൈസും പനീറിൻ്റെ ഫ്രൈയും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒരു 8:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ കിടന്ന് എല്ലാവരും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയി. ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായി. രാവിലെയായി. ശരിക്കും കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ കണ്ട കുട്ടിപ്പട്ടാളങ്ങളൊന്നുമില്ല, എല്ലാവരും ഇറങ്ങി. ശരിക്കും ട്രെയിൻ കാലിയായി, ഒരനക്കവും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ പാടെ എൻ്റെ ആ രാക്ഷസി രൂപമൊക്കെ മാറ്റി ഒന്ന് മര്യാദയ്ക്ക് മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റായി. താഴെ എഴുന്നേറ്റ് പോകാനേ എനിക്ക് താല്പര്യമില്ലായിരുന്നു, കിടന്നുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല സുഖമായിരുന്നു എ സിക്കകത്ത്. പിന്നെ ഞാൻ ഇതുപോലെ മാസ്ക് ഇട്ട് വെച്ചേക്കും, അല്ലെങ്കിൽ തണുപ്പ് ഭയങ്കരമായിട്ട് മൂക്കിനതടിക്കും. അമ്മയ്ക്കാണെങ്കിൽ തണുത്ത് വറച്ചിട്ട് അമ്മ ഇരിക്കുകയായിരുന്നു. കാരണം അവരാണെങ്കിൽ ഷീറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോയി, ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് 8:45 ആയപ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുവേളി എത്തി. നടന്നോ, ഞാൻ പിടിക്കാം. അങ്ങനെ ഞാനും ആമീസും അമ്മയും കൂടെ പെട്ടിയും എല്ലാം എടുത്ത് ഞങ്ങൾ കൊച്ചുവേളിയിലേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ ഓട്ടോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ അങ്കിൾ വന്നില്ല. അപ്പോൾ ആമിക്ക് അപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കൂട്ടത്തിൽ ഞാൻ ബിങ്കോയും കൂടെ വാങ്ങാം, എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചെന്നാൽ IRCTCൻ്റെ അവരുടെ ക്യാൻറ്റീനുണ്ട്, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം ഞങ്ങളുടെ ഓട്ടോ അങ്കിള് ബിനു അങ്കിള് ലേറ്റാവും, ഞങ്ങളുടെ ഓട്ടോ അങ്കിളാണ്. അപ്പോൾ അങ്കിള് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പോയാൽ അത്രയും സമയം നമുക്കല്ലെങ്കിൽ ഇതില്ല വീട്ടിൽ ചെന്നാൽ. അപ്പം ഞങ്ങളെല്ലാവരും ഇടിയപ്പവും കടലക്കറി. ഇടിയപ്പം വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും പക്ഷേ കടലക്കറിക്ക് ഇടുമായിരുന്നു കേട്ടോ, നല്ല എരിവും നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇടിയപ്പത്തിന് തീരെ ചൂടില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോളെ എൻ്റർടൈൻ ചെയ്യാനായിരുന്നു കുറേ ടൈമായി. അങ്ങനെ അങ്കിളിനെ കാത്ത് ഇരുന്ന് ഏറ്റവും അവസാനം 9:30 ആയപ്പോൾ അങ്കിൾ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, ദാ എത്തി ചേച്ചി, വെളിയിലേക്ക് വന്നോളാം. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം പെട്ടിയും കിടക്കി എടുത്തിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് വന്നു. അങ്ങനെ ആമീസാണ് ഉന്തി തള്ളിക്കൊണ്ട് പോയ പെട്ടിയൊക്കെ. അപ്പോഴത്തേക്ക് ദാ അങ്കിളെത്തി. ഇതാണ് നമ്മുടെ ബിനു അങ്കിൾ. ബിനു അങ്കിൾ എത്തി. ബിനു അങ്കിളാണ് നമുക്ക് സ്ഥിരമായിട്ട് ഞങ്ങളുടെ എല്ലാ യാത്രകൾക്കും വരുന്നത്. കാരണം എവിടെ പോകണമെങ്കിലും ബിനു അങ്കിളിനെ വിളിച്ചാൽ മതി. ബിനു അങ്കിൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിനു അങ്കിൾ വന്നിട്ട് പെട്ടിയും ഇതെല്ലാം എടുത്ത് വെച്ച് തന്നു. എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള പോക്കായിരുന്നു. അപ്പോൾ അങ്കിളിങ്ങനെ വെക്കേഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പർച്ചേസിങ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പർച്ചേസിങ് ആയിരുന്നു മീൻ മസ്റ്റാണ്. അയ്യോ, ബാംഗ്ലൂരിൽ ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അത് കണ്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അതിനുശേഷം പിന്നെ തൊട്ടടുത്തുള്ള കുറച്ചും കൂടെ വീട്ടിൻ്റെ അടുത്തുള്ള മാർജിൻ ഫ്രീ മാർക്കറ്റിലേക്ക് അമ്മ സാധനം വാങ്ങാൻ പോയി. കാരണം 3 മാസമായിട്ട് വീട് അടച്ചിട്ടേക്കായിരുന്നു. അപ്പം ആമിസിന് അതിൻ്റെ ഇടയിൽ ജംസ് കിട്ടി, അമ്മമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പം ജംസ് വാങ്ങിച്ച് വന്നതിൻ്റെ ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പ്രത്യേക സന്തോഷമാണ്. വേണ്ട, ഞാൻ പൊട്ടിച്ചത് നിങ്ങളാ. ജംസ് പോയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക. ഒരു 3-4 തറയിൽ പോയി അല്ലേ ഐസ? 4 തറയിൽ പോയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക. തറയിലൊക്കെ പോയി ആമീസിൻ്റെ ജംസ് അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക അല്ലേ ആമീസ? വിഷമമുണ്ടോ? ഇല്ല, സാരമില്ലല്ലേ.
അങ്ങനെ മീൻ വാങ്ങിച്ചു മാർജിൻ ഫ്രീയിൽ ഇതാണ്ട് ചാക്ക് നിറയെ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത സ്പോട്ട് പോകുന്നത് പച്ചക്കറി വാങ്ങാൻ. കാരണം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ജംഗ്ഷനിൽ ഉള്ള ഒരു പച്ചക്കറി കടയുണ്ട്, അമ്മേൻ്റെ പരിചയത്തിലുള്ള കടയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. ഈ 3 മാസത്തിന് ശേഷം എൻ്റെ അമ്മ വീടിൻ്റെ കോലം കണ്ടിട്ട് ശരിക്കും സങ്കടം വന്നു. കാരണം അമ്മ എന്ത് ക്ലീനാക്കി ഇട്ടിട്ട് വന്ന വീടാ, ഫുള്ള് പുല്ല് പിടിച്ച്. ശരിക്കും പറഞ്ഞാൽ ആകെ സന്തോഷമുണ്ട്, വിഷമമുണ്ട്. അപ്പം പിന്നെ എന്താ, വീട് കൊള്ളായിട്ട് കിടക്കുക. അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.